താരസംഘടനയായ അമ്മയുടെ യോഗം 22-ാം തീയതി എറണാകുളത്ത് നടന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് പുതിയൊരു നേതൃത്വം അമ്മയ്ക്ക് ഉണ്ടാകുമെന്നാണ്. എന്നാൽ പുതിയവരെ തിരഞ്ഞെടുത്തിട്ടില്ല, രാജിവെച്ചവർക്ക് പകരം ആൾക്കാരെ കണ്ടെത്തിയിട്ടില്ല. ഇനി ആര് എന്നുള്ള നിലപാട് നിൽക്കുകയാണ്. പക്ഷെ അതിനിടയിലാണ് കാര്യഗൗരവമായ രീതിയിൽ മോഹൻലാൽ ഒഴിയാൻ പോകുന്നു. അതല്ല, മോഹൻലാൽ വീണ്ടും വരുന്നു. മോഹൻലാലിന് പകരം ഒരു പക്ഷേ വരാൻ പോകുന്നത് സുരേഷ് ഗോപി ആയിരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഒരു നടി വരുന്നു. ആ നടി ആരായിരിക്കും? നടിയുടെ കുറേ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ആകെ കൂടി കലുഷിതമായൊരു അന്തരീക്ഷത്തിലാണ് ഇന്നലെ യോഗം പിരിഞ്ഞു പോയിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ കണക്കുകൂട്ടലനുസരിച്ചിട്ട് അമ്മയ്ക്ക് വരാൻ പോകുന്ന പുതിയ പ്രസിഡന്റിനെയും വനിതയായ ജനറൽ സെക്രട്ടറിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സംഘടന കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമൊന്നുമല്ല. ചിലർ വിചാരിക്കും, സ്ഥാനമാനങ്ങളിലാണല്ലോ. സ്ഥാനമാനങ്ങൾ ശരിക്കും ഒരു മുൾക്കിരീടം തന്നെയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത ചിന്താഗതിക്കാർ, വ്യത്യസ്ത സ്വാർത്ഥ താല്പര്യങ്ങളുള്ള എല്ലാവരും, അധികാരമോഹികളടക്കം ഉള്ളവരാണ് ഏത് സംഘടനയുള്ളത്. അത് രാഷ്ട്രീയമാകാം, സിനിമയാകാം, സാംസ്കാരികമാകാം, മതജാതി സംഘടനകളാവാം. ഏത് സംഘടന എടുത്താലും അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പം ഇവിടെ അമ്മയിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇന്നസെൻ്റ് ഉള്ളപ്പോഴും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഇന്നസെൻറ്റിൻ്റെ സ്ഥായിയായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് അതൊക്കെ കുറച്ച് കൊണ്ടുവന്ന് സംഘടനയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. ഇന്നസെൻറ്റിന് പിന്തുണയായി മോഹൻലാൽ അടക്കമുള്ളവർ, ഇടവേള ബാബു അടക്കമുള്ളവർ ഒപ്പം നിന്നിരുന്നു. എന്നാൽ ഇന്നസെൻറ്റും മാറിക്കഴിഞ്ഞു. അതിനുശേഷം ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിന് എതിരഭിപ്രായം ഉണ്ടായി. ഇതൊരു മത്സരിക്കാൻ ചില തയ്യാറായി. അതിനിടയിലാണ് നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ അമ്മയുടെ ഭാരവാഹികളിൽ പലരും പൊതുസ്ഥാനത്ത് ചേർക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും രാജിവെക്കണമല്ലോ. അങ്ങനെ അവർ രാജിവെച്ചു. അവർ രാജിവെച്ചപ്പോൾ പകരം ആരെയും നിയമിച്ചിട്ടില്ല. ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് പിന്നെ അമ്മയെ നിയന്ത്രിച്ചത്. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് അഡ്ഹോക്കിനെ പോലെ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ എത്ര കാലം അങ്ങനെ പോകാൻ പറ്റും? പോകുമെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളുകളിലേക്ക് ഞങ്ങൾ ഇനി പല പ്രാവശ്യം പറഞ്ഞില്ല, ഇനി പറയുന്നില്ല. പക്ഷേ അമ്മയ്ക്ക്, താരസംഘടനയ്ക്ക് ഒരു നല്ല നേതൃനിര വേണം. അതിനിടയിൽ അമ്മ എന്ന് സംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ പലരും പറയുന്നില്ല, AM എന്നാണ് പറയുന്നത്. അമ്മ എന്ന് പറയാൻ പോലും മടി കാണിക്കുന്നവർ ആ സംഘടനയ്ക്കും പുറത്തുമുണ്ടെന്ന് ആലോചിക്കണം. അതായത് ഒരുമിച്ച് പോകാൻ പറ്റാത്ത രീതിയിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടെങ്കിൽ പോലും ചിലർക്ക് അത് തുറന്ന് പറയാനുള്ള പേടി, ഇങ്ങനെ പലതരം വികാരങ്ങൾ കൂടി ചേർത്തിണക്കി കൊണ്ടുപോകുന്നൊരു സംഘടനയായി ഇപ്പം അമ്മ മാറി. അതിനിടയിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം 22-ാം തീയതി ഈ കമ്മിറ്റി വിളിച്ചത്. ഈ കമ്മിറ്റി പ്രത്യേകത, 12 വർഷത്തിന് ശേഷം ജഗതി ശ്രീകുമാർ ഇതിൽ പങ്കെടുത്തു. അപ്പോൾ അതൊരു സന്തോഷകരമായ വാർത്തയാണ്. അതേ സ്ഥാനത്ത് മമ്മൂട്ടി അടക്കമുള്ള പലർക്കും കഴിഞ്ഞ ദിവസം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുതിയ ഭാരവാഹികൾ വരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വരുമെങ്കിൽ ആരായിരിക്കും പ്രസിഡന്റ്? ഞങ്ങളും അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. ശരിക്കും ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോഴും അർഹതയുള്ള ആള്, അർഹത എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കഴിവ് കെട്ടവരാണ് അർത്ഥത്തിലല്ല, എല്ലാവരെയും യോജിച്ചു കൊണ്ടുപോകാവുന്ന ഒരു വ്യക്തിത്വം. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ അമ്മയിലുള്ളത് മോഹൻലാൽ മാത്രമാണെന്ന് ഞങ്ങൾ സംശയമില്ലാത്തതിൽ പറഞ്ഞു. അതേ സ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ പ്രവേശനം കഴിഞ്ഞ 1-2 വർഷമായിട്ട് സുരേഷ് ഗോപി ഒരിക്കലും ഈ അമ്മയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് കോല് മുറിച്ചിട്ട് പോയിട്ടുള്ളതാണത്. ഈ കേന്ദ്രമന്ത്രിയൊക്കെ ആവണേ തൊട്ട് മുമ്പ് സുരേഷ് ഗോപിയും ഇതിലേക്ക് വന്നു. ആ വരവ് ഇതിൻ്റെ നേതൃസ്ഥാനത്ത് വരാനാണെന്നാണ് ചിലരൊക്കെ പറഞ്ഞത്.
അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എന്നാൽ സുരേഷ് ഗോപി ഇപ്പോൾ സജീവമാണ്. കാരണം മോഹൻലാൽ ഒഴിഞ്ഞാൽ പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ സുരേഷ് ഗോപി എന്നായിരിക്കും ഉത്തരം നൽകാൻ കഴിയുക. എന്നാൽ സുരേഷ് ഗോപിക്ക് ഇത്ര പേരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? കാരണം സുരേഷ് ഗോപിക്ക് ഇപ്പോൾ വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട്. ഈ സംഘടനയുടെ നേതൃസ്ഥാനത്ത് BJPയുടെ ഒരു കേന്ദ്രമന്ത്രി പ്രസിഡൻ്റായി വരുന്നതിനോട് അതേ സംഘടനയുള്ള വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിയുള്ള പലരും സമ്മതിക്കണമെന്നില്ല. ഇപ്പോൾ മോഹൻലാൽ നിൽക്കുമ്പോൾ മോഹൻലാൽ ഈ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും യോജിച്ച് കൊണ്ടുപോകാവുന്ന ഒരാൾ എന്നതിൽ മോഹൻലാലിൻ്റെ പേര് ഞങ്ങളും പറഞ്ഞത്. പക്ഷെ ഇന്നലെ ഉണ്ടായ തീരുമാനങ്ങൾ എന്താ? പുതിയ ഭാരവാഹികളെടുത്തില്ല. ഭാരവാഹികളെടുത്തില്ല എന്ന് പറയാൻ കുറച്ച് കാലം കൂടി ഈ അഡ്വ കമ്മിറ്റി ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭാരവാഹികളെടുക്കാം. അങ്ങനെ ഭാരവാഹികളെടുക്കുമ്പോൾ ജനറൽ സെക്രട്ടറി ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിവരണത്തിന് ശേഷം. അപ്പോൾ അവിടെ ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റ് ഒഴിവുണ്ട്. അത് ആ പോസ്റ്റിലേക്ക് ആളെ വെക്കുന്നത് വരെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ ആൾ ഭരണം നടത്തട്ടെ എന്നൊരു തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ മോഹൻലാൽ ഒഴിയാനും താല്പര്യം കാണിച്ചു. മോഹൻലാൽ ഒഴിയാൻ താല്പര്യം കാണിച്ചെങ്കിലും മോഹൻലാൽ ഒഴിയരുത് എന്ന് തന്നെയാണ് 80% പേരുടെയും മനസ്സിലിരിപ്പ്. എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മോഹൻലാൽ പ്രസിഡൻ്റായി തുടരും. അതല്ല, ഒരാൾ എണീറ്റ് നിന്നിട്ട് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാനാണ് പരിപാടിയെങ്കിൽ മോഹൻലാൽ മത്സരത്തിന് ഉണ്ടാകില്ല. അപ്പോഴാണ് നമ്മൾ വേറെ ആളെ കണ്ടെത്തേണ്ടി വരിക. അങ്ങനെ മത്സരിക്കാൻ വരുമ്പോൾ ആരായിരിക്കും? അതൊക്കെ വലിയൊരു സംഘടനയെ എവിടെ കൊണ്ട് എത്തിക്കും? ഒന്നാക്കുമോ രണ്ടാക്കുമോ എന്നുള്ള നിലവാരത്തിലേക്കും ചർച്ചകളെയും വന്നുകൊണ്ടിരിക്കുക. അതിനാണ് ഞാൻ മോഹൻലാൽ തന്നെ പറഞ്ഞു, സംഘടനയ്ക്ക് ഒരു പുതിയ നേതൃത്വം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വരട്ടെ. നല്ല കാര്യമാണത്. ഞങ്ങളും ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണത്. വനിതകൾ കഴിവുള്ളവർ തന്നെയാണ്. ഏത് രംഗത്ത് ആണ് അവർ ശോഭിക്കാതെ പോയിട്ടുള്ളത്? അപ്പം അന്ന് പറഞ്ഞു കേട്ടിരുന്ന പേര്, ഈ അമ്മയിലൊരു വിഘടിത ഗ്രൂപ്പുണ്ട്. അതായത് ഈ നടിപീഡന കേസിൽ നടിയോടൊപ്പം നിന്നിരുന്ന ഒരു ഗ്രൂപ്പ് നായികമാരുണ്ട്. അവരിൽ ആരെങ്കിലും ഈ സ്ഥാനത്ത് വരണമെന്നുള്ളത്. പക്ഷേ അവരിൽ ചിലരൊക്കെ ഈ സംഘടനാപരമായ മര്യാദകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടന രാജിവെച്ച് പോയവരാണ്. ആ രാജിവെച്ച് പോയവരുടെ കൂട്ടത്തിൽ പാർവതി തിരുവത്തുണ്ട്. പാർവതി തിരുവത്താണ് അവർ മുൻപ് കണ്ടിരുന്നത്. ഇനിയിപ്പോൾ പാർവതി തിരുവത്ത് ഈ സംഘടനയ്ക്ക് തിരിച്ചു വരികയോ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരികയോ ചെയ്യില്ല. പിന്നെ പറ്റിയതാരാണ്? ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ വരുന്ന നായികമാരൊക്കെ 1-2 സിനിമകളിൽ അഭിനയിച്ച് പോകുന്നു. ഇവരുടെ മുഖം പോലും നമുക്കറിയാത്ത അവസ്ഥയിലായിരിക്കുകയാണത്. പിന്നെ ആര് എന്ന് ചോദിച്ചപ്പോഴാണ് മോഹൻലാലിൻ്റെ മനസ്സിലിരിപ്പ് ചില ആൾക്കാർ പറഞ്ഞത്. ഇന്ന് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സർവ്വത യോഗ്യയായി നിൽക്കാൻ കഴിവുള്ള 1-2 നടികളുണ്ട്. പക്ഷേ അവർ സമ്മതിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അവരുമായിട്ട് കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുമ്പോൾ 2 പേരിൽ ഒരു പേര് മഞ്ജു വാര്യരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. മഞ്ജു വാര്യർ ഇതുവരെ സംഘടനയിലുണ്ടെങ്കിലും സജീവമായിട്ട് ഒരു പോസ്റ്റിലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കുറേ കാലം അഭിനയ രംഗത്ത് മാറി നിന്നപ്പോഴും അവർ ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവുകയോ മീറ്റിംഗ് വരികയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ തമിഴ് മലയാള സിനിമകൾ സജീവമാണെങ്കിലും നിർമ്മാണ രംഗത്ത് സജീവമാണെങ്കിലും ഈ സിനിമാ രംഗത്ത് സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക്, അതൊരു ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് മഞ്ജു വാര്യർക്ക് വരാൻ താല്പര്യക്കുറവൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ മോഹൻലാൽ പ്രസിഡൻറ്റും മഞ്ജു വാര്യർ ജനറൽ സെക്രട്ടറിയുമായി അമ്മയുടെ സംഘടന ശക്തമായ രീതിയിൽ വരാൻ സാധ്യതയാണ് മറ്റുള്ളവർ കാണുന്നത്. മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ ആ നിർദ്ദേശം മോശമല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അങ്ങനെയും ഒരു പരീക്ഷണം നടക്കട്ടെ. കാരണം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മഞ്ജു വാര്യർ ഇരുന്നാൽ പലതും ചെയ്യാൻ കഴിയും.